Good afternoon, ma'am. Good afternoon, Miss. Good afternoon. Good afternoon. PDF കാണാലോ. Okay. Okay. Good afternoon, John. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്തല്ലേ, 2 പോയിന്റ്സ് പറഞ്ഞു. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കേൾക്കാമോ? ഓക്കെ, കുറച്ച് കുട്ടികളൊന്ന് കയറിക്കോട്ടെ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. Good afternoon. Good afternoon. Okay. Vital functions of front office. 2 പോയിന്റ്സ് പറഞ്ഞിരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞത്. To identify and analyze customer needs and problems, recognize most common reason for customer complaints. Then third point എന്താ പറയുന്നത്? Discover techniques to cultivate and maintain special customer relationships. Discover techniques to cultivate and maintain special customer relationships. Special customer relationship മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ടെക്നിക്സുകൾ കണ്ടെത്തുക. അതായത് കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ പുതിയ രീതിയിലുള്ള സാങ്കേതികമായിട്ടുള്ള, അതായത് ടെക്നിക്കൽ പരമായിട്ടുള്ള പുതിയ മെത്തേഡ്സുകളൊക്കെ സ്വീകരിക്കുന്നത് വഴി എന്താണ് അവരുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന ഫങ്ഷൻസ് നമ്മൾ എന്താണ്? പുതിയ ടെക്നിക്സുകൾ ഡിസ്കവർ ചെയ്തുകൊണ്ട് സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ഓക്കെ, then assess your communication style and use two-way communication skills to level with people, to accept feedback from them and to discuss problems. Assess your communication style and use two-way communication skills. ഇവിടെ two-way communications എന്ന് പറയുന്നത് ആരുമായിട്ടൊക്കെ ആയിരിക്കണം നടത്തേണ്ടത്? നമ്മൾ
2-way communications എന്ന് ഉദ്ദേശിക്കുന്നത്? 2-way communication skills എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അവരുടെ ഈ ഒരു ഫീൽഡിൽ അവർക്ക് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് സഹായിക്കുന്നത് അല്ലെ. അപ്പൊ വരുന്ന പേഷ്യൻസിനെ അല്ലെ, യെസ്, വരുന്ന പേഷ്യൻസിനോട് എങ്ങനെയായിരിക്കണം? ഫ്ലുവന്റ് ആയിട്ടുള്ള രീതിയിൽ വളരെ മര്യാദയോടുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും അവർ തമ്മിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ, യെസ്, പേഷ്യൻസും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളും തമ്മിൽ. ഓക്കെ, അവരുടെ ഫീഡ്ബാക്സ്, അവർ പറയുന്ന ഫീഡ്ബാക്സിൽ എന്താണെന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് അവർക്കുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത്തരം കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും വഴി എന്താണ് അവർക്ക് പേഷ്യൻസിന് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുകയും ചെയ്യും. ഓക്കെ, അതായത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സ്റ്റാഫുകളിൽ നിന്ന് എന്താണ് നല്ല രീതിയിൽ പ്രതികരണം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ. ഓക്കെ, അപ്പോ പേഷ്യൻസും സ്റ്റാഫുകളും തമ്മിൽ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു 2-way communication ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്. അവരുടെ ഫീഡ്ബാക്സുകൾ കേൾക്കാനും അതിനുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളൊക്കെ കൊടുക്കാനായിട്ടും ഫ്രണ്ട് ഓഫീസുകൾ തന്നെ ആയിരിക്കണം ഈ ഒരു കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത്. Then identify specific problem in your customer service program and apply treatment. Identify specific problems in your customer service program and apply treatment. എന്താ പറയുന്നത്? കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ മാറ്റുന്ന രീതിയിലുള്ള പുതിയ രീതികൾ കൊണ്ടുവന്ന അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം? അത്തരം എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് വന്നാൽ അത്തരം കാര്യങ്ങൾ ഇടപെട്ടിട്ട് അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടതും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളുടെ പ്രധാന വൈറ്റൽ ഫങ്ഷൻസിൽ വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ബ്രീഫ് ചെയ്ത് പറയാം. പേഷ്യൻസിന് എല്ലാത്തരം കസ്റ്റമേഴ്സിന്റെ എല്ലാത്തരം പ്രോബ്ലംസ് അനലൈസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഇവരുടെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഇവരുടെ പ്രധാന കംപ്ലൈന്റ്സിന്റെ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് കണ്ടെത്തുക, അതിനനുസരിച്ചുള്ള രീതിയിലുള്ള പരിഹാരങ്ങൾ കൊടുക്കുക. പിന്നെ എന്താണ് സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ ടെക്നിക്സുകൾ കണ്ടെത്തുക. പിന്നെ പേഷ്യൻസും സ്റ്റാഫുകളും തമ്മിൽ എന്താണ് നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് അവരുടെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത്, അവരുടെ ഫീഡ്ബാക്സ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് കസ്റ്റമർ സർവീസിൽ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ട ഫർദർ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അറേഞ്ച് ചെയ്യുന്നതും ഫ്രണ്ട് ഓഫീസും സ്റ്റാഫുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട വൈറ്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഹോസ്പിറ്റൽ. ഇനി ബാക്കിയുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ. The patient or guest coming from treatment or willing to show a consultant. വരുന്ന പേഷ്യൻസിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഡോക്ടേഴ്സിനെ കാണാനാണോ ഏത് ട്രീറ്റ്മെന്റ് എടുക്കാനാണോ വരുന്നത്, ആദ്യം ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് എന്ത് ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വരുന്ന ഗസ്റ്റുകൾ അല്ലെങ്കിൽ വരുന്ന പേഷ്യൻസിനെ എല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഡ്യൂട്ടി ഫ്രണ്ട് ഓഫീസിന്റെ ഫംഗ്ഷൻസിന് പ്രധാനപ്പെട്ടതാണ്. The hospital needs to keep a complete register of guests essential for other departments. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാത്തരം രജിസ്റ്റേഴ്സും ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ഉണ്ടായിരിക്കും. ഏതൊക്കെ രജിസ്റ്റേഴ്സ് ആയിരിക്കും ഇതിൽ വരുന്നത്? മെഡിക്കൽ റെക്കോർഡ്സുകൾ, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ് ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് അതേഴ്സ്. ഇതിൽ ഏത് പർപ്പസിനാണ് പേഷ്യൻസ് വരുന്നതിനനുസരിച്ച് അതർ രജിസ്റ്റേഴ്സിലേക്ക് ആഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളായിരിക്കും കേട്ടോ. അപ്പൊ അവരുടെ ആദ്യ ഡ്യൂട്ടിയിൽ വരുന്ന എന്താണ്? വരുന്ന പേഷ്യൻസിനെ കൃത്യമായിട്ടുള്ള ഏതിലാണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? രജിസ്റ്ററിംഗ് ഗസ്റ്റ്സ്. Then data need for registration. രജിസ്ട്രേഷനിൽ തന്നെ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് പറയുന്നത് കേട്ടോ. Data needed for registration.
Personal data, any information related to an identified or identifiable natural person. Example, name, address, phone number. Okay. ഈ നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡാറ്റാസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? എന്തൊക്കെ ഡാറ്റാസ് അവിടെ കൊടുക്കണം? പേഴ്സണൽ ഡാറ്റാസ് കൊടുക്കണം അല്ലെ? അതായത് ആ പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് എന്തൊക്കെ കാര്യങ്ങള്? എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം, അഡ്രസ്, ഫോൺ നമ്പർ മുതലായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ ഡാറ്റാബേസ് പേജിൽ ഡാറ്റ അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ഫംഗ്ഷൻ എന്താണ്? ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. ആദ്യത്തേത് രജിസ്ട്രേഷൻ ആയിരുന്നു. വരുന്ന ഗസ്റ്റുകളൊക്കെ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നു. ദെൻ ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ടു ദ ഗസ്റ്റ്. അതായത് വരുന്ന പേഷ്യൻസിന് പല രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചറിയണം അല്ലെ? അവർക്ക് വേണ്ടിയുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇവരുടെ പ്രധാന ഡ്യൂട്ടീസ് വരുന്നതാണ്. ഓക്കെ. അപ്പൊ എന്തൊക്കെ ഇൻഫർമേഷൻസ് ആയിരിക്കും പ്രത്യേകിച്ച് പേഷ്യൻസ് ആവശ്യപ്പെടുന്നത്? ഒന്ന് ടാരിഫ്, senior citizen clip, other packages, other investigation, laboratory diagnostic and emergency patients. Okay. First വരുന്നത് എന്താണ്? ടാരിഫ്. പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്താണ് ടാരിഫ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ടാരിഫ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഈ ഹോസ്പിറ്റൽ ടാരിഫ് എന്ന് പറയുന്നത് എന്താണ്? ഫീ ഷെഡ്യൂൾസ് ആണ് കേട്ടോ. ഫീസിന്റെ ഷെഡ്യൂൾസ് ആണ് എന്ത് ഹോസ്പിറ്റൽ ടാരിഫ് എന്ന് പറയുന്നത്. അതായത് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡോക്ടറിനും ഫിസിഷ്യൻസിനൊക്കെ കൊടുക്കേണ്ട ഒരു ഫീസ് ഷെഡ്യൂൾ എത്രയാണെന്നുള്ളതായിരിക്കും ആദ്യം ചോദിക്കുന്നത് അല്ലെ? അതിനെയാണ് നമ്മളിവിടെ ഹോസ്പിറ്റൽ ടാരിഫ് എന്ന രീതിയിൽ പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്താണ് ഇവിടെ ടാരിഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? എ ഹോസ്പിറ്റൽ ടാരിഫ്. നോട്ട് ചെയ്തോളൂ കേട്ടോ. എ ഹോസ്പിറ്റൽ ടാരിഫ്. എ ഹോസ്പിറ്റൽ ടാരിഫ് is a fee schedule. Is a fee, F-E-E. Is a fee schedule. A hospital tariff is a fee schedule for the service, provided by a physician or nurse. A physician or nurse. A physician or nurse. ഫിസിഷ്യൻ അല്ലെങ്കിൽ നഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഫീ ഷെഡ്യൂളിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ എന്ന് പറയുന്നത് ടാരിഫ് എന്ന് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ ടാരിഫ് ഇസ് എ ഫീ ഷെഡ്യൂൾ for the service provided by a physician or a nurse. എഴുതിയോ എല്ലാവരും? അപ്പൊ ഫീ ഷെഡ്യൂൾസിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പേഷ്യൻസ് ചോദിക്കും. അതേപോലെ തന്നെ എന്താണ് സീനിയർ സിറ്റിസൺഷിപ്പ് ക്ലബിനെ കുറിച്ചിട്ട്. എന്താണ് സീനിയർ സിറ്റിസൺ ക്ലബ് എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത് സീനിയർ സിറ്റിസൺ ക്ലബ്? സീനിയർ സിറ്റിസൺസ് ആരാണ്? ഓൾഡ് ഏജ് പീപ്പിൾ ആണോ? യെസ്, ഓൾഡ് ഏജ് പീപ്പിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് അവർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലബ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? മുതിർന്ന ആൾക്കാർക്ക് ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഹെൽത്ത് പാക്കേജസുകളോ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലബ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ എന്താണ് അത്തരം കാറ്റഗറീസ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അത്തരം ഇൻഫോർമേഷൻസ് ചോദിക്കാറുണ്ട്. ഫ്രണ്ട് ഓഫീസിൽ വരുന്ന സമയത്താണ് അവർക്ക് ചോദിക്കുന്നത്. അപ്പൊ അത്തരം ഇൻഫർമേഷൻസ് ചോദിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, അത് ഏത് ഡയറക്ഷൻസിലാണ് അത്തരം സീനിയർ സിറ്റിസൺ ക്ലബ് ഉള്ളത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതും ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളായിരിക്കും. പിന്നെ അതർ പാക്കേജസിനെ കുറിച്ചിട്ട് ഹോസ്പിറ്റലിൽ വിവിധ തരത്തിലുള്ള പല പാക്കേജസ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ പറയാറില്ലേ കർക്കിടകവുമായി സംബന്ധിച്ച് കർക്കിടക ചികിത്സ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അല്ലാതെ തന്നെ എന്താണ് ആയുർവേദ ഹോസ്പിറ്റൽ രണ്ടിലും ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് പാക്കേജസ് ഉണ്ടാവും. ഇത്ര ദിവസത്തേക്ക് അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞ പാക്കേജസ് ഉണ്ട്. അപ്പൊ അങ്ങനെ അത് തേടി വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ എന്താണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കും.
ഓക്കെ, പിന്നെ അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻസുമായി ബന്ധപ്പെട്ട്, അതായത് ലബോറട്ടറിനെ കുറിച്ചിട്ടോ ഡയഗ്നോസിസിനെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, എന്ത് തരം കാര്യങ്ങളാണെങ്കിലും അത്തരം ഇൻഫർമേഷൻസ് ചോദിക്കുന്നതിനനുസരിച്ചിട്ട് പ്രത്യേകമായിട്ട് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഇവരായിരിക്കും. ഓക്കെ, പിന്നെ എമർജൻസി പേഷ്യൻസ്, ഇത് എമർജൻസി പേഷ്യൻസ് ആയിട്ട് വരുന്ന പേഷ്യൻസിന് ചിലപ്പോൾ എന്താണ്, എവിടേക്കാണ് പേഷ്യൻസിനെ കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കാണിക്കേണ്ടത് എന്നുള്ള പല സംശയങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാകാം. ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്, ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ, അതായത് പേഷ്യൻസിന് ചോദിച്ചറിയാനുള്ള ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു ഫീ ഷെഡ്യൂൾസിനെ കുറിച്ച് ചോദിക്കും, പിന്നെ സീനിയർ സിറ്റിസൺസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലബ്സുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, പിന്നെ അതർ പാക്കേജസ് എന്തെങ്കിൽ, പിന്നെ മറ്റ് ലബോറട്ടറി ഡയഗ്നോസിസുമായി ബന്ധപ്പെട്ട അതർ ഇൻവെസ്റ്റിഗേഷൻസ് ഡിപ്പാർട്ട്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, മറ്റ് എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന ഇൻപേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ എന്താണ്, അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചറിയുന്നത് ഫ്രണ്ട് ഓഫീസിലാണ് കേട്ടോ. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നെക്സ്റ്റ് വൺ, ക്യാഷ് കളക്ഷൻ. Cash collection. The registered amount to be collected from the guest and should be deposited to the cash at the end of the day or before closing the counter, hand over to another person. ഇവരെ ഫ്രണ്ട് ഓഫീസിന്റെ മറ്റ് പ്രധാന ഫംഗ്ഷനിൽ വരുന്ന എന്താണ്, ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് വരുന്നത്? രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു തുക നമ്മള് എന്താണ്, മറ്റൊരു വ്യക്തിക്ക്, അതായത് നമ്മുടെ ആ ഒരു ടൈം ഷെഡ്യൂൾ കഴിയുന്ന സമയത്ത്, ഷിഫ്റ്റിംഗ് വർക്ക് ആയതിനാൽ തന്നെ എന്താണ്, ആ ടൈം ഷെഡ്യൂൾ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേയിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ക്യാഷ് കൃത്യമായിട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, രജിസ്റ്റേർഡ് എമൗണ്ട് ടു ബി കളക്ടഡ്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എല്ലാ എമൗണ്ട്സും നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്താണ്, ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ഡേയിൽ അത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്ന സമയത്ത് കൗണ്ടർ ഹാൻഡ് ഓവർ ടു അനദർ. ആ സമയത്ത് നമ്മൾ കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അനദർ പേഴ്സൺ ആയിരിക്കും വരുന്നത് അല്ലെ. ഇത് ഷിഫ്റ്റിംഗ് ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 3 ഷിഫ്റ്റിംഗോളം ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ക്യാഷ് കളക്ഷൻസും മറ്റു ഡിപ്പോസിറ്റിംഗും അല്ലെങ്കിൽ അത് കൈമാറ്റമൊക്കെ ചെയ്യുന്നതും അവർ തന്നെയാണ് ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാന ചുമതലകളിൽ ഒന്നാണ് കേട്ടോ. മനസ്സിലായോ? ഇൻഫർമേഷൻ എൻക്വയറി ആൻഡ് ഹാൻഡ്ലിംഗ്. എല്ലാത്തരം ഇൻഫർമേഷൻസും മറ്റ് എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഹാൻഡിലിംഗ് ചെയ്യുന്നത് ഇവരുടെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ്. ഓക്കെ, ഇവിടെ ഒരു കോട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് ആൻഡ് സ്ട്രെങ്ത്. എന്താ പറയുന്നത്? ഒരു കോട്ടാണ്, അത് കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? റൂഡ്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് ആൻഡ് സ്ട്രെങ്ത്. റൂഡ്നെസ് എന്ന് പറയുന്നത് എന്താണ്? റൂഡ്നെസ്, റൂഡായിട്ട് പെരുമാറാന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് റൂഡ്നെസ് എന്ന് പറയുന്നത് ദുർബലമായ ഒരു വ്യക്തിയുടെ ശക്തിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണെന്നാണ് പറയുന്നത് അല്ലെ. ആക്ച്വലി റൂഡായിട്ട് മീൻസ് ചെറിയ രീതിയിൽ ക്രൂവലായിട്ട് ദേഷ്യത്തോടെ ബിഹേവ് ചെയ്യാന്നുള്ളതാണ് അല്ലെ. യെസ്, ജസ്റ്റ് ഒരു കോട്ട് കൊടുത്തിരിക്കുന്നുള്ളൂ കേട്ടോ, അല്ലാതെ അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോൺഷ്യസ്. അപ്പൊ ഇവിടെ ഈ റൂഡ്നെസ് എന്നൊരു പദം കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കറിയാം ഫ്രണ്ട് ഓഫീസുകളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ ആദ്യം തൊഴിൽ പഠിച്ചിരിക്കുന്നത്. ഫ്രണ്ട്ലി മാനറിൽ ബിഹേവ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ്, വളരെ മര്യാദയോടുകൂടി നല്ല പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നല്ല രീതിയിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഇപ്പൊ വരുന്ന പേഷ്യൻസിന് അവർക്ക് അത് എന്ത് ഇൻഫർമേഷൻസ് അനുസരിച്ച് ചോദിക്കാനാണ് വന്നു കഴിഞ്ഞാൽ പോലും എന്താണ്, അവര് നമ്മൾ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റണം. ഫ്രണ്ട്ലി മാനറിൽ അല്ലെങ്കിൽ വളരെ മര്യാദയോടുകൂടി തന്നെ എന്താണ് അവരുടെ ബിഹേവ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, then practice courtesy in safe place. അതായത് നമ്മള് ചില സിറ്റുവേഷൻസിൽ അല്ലെ മര്യാദക്ക് നമ്മൾ എന്താ പറയാ, കോർട്സി സിറ്റുവേഷൻസിൽ ഉപയോഗിക്കേണ്ട
കുറെ കോൺസുകളും കാര്യങ്ങളും അതായത് ആ ഒരു സമയത്ത് എന്താണ് പറയാനായിട്ട് അവർക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ പ്ലീസ് അല്ലെങ്കിൽ എക്സ്ക്യൂസ് താങ്ക്സ് നോ പറയേണ്ടത് നോ പറയണം, താങ്ക്സ് പറയേണ്ടത് താങ്ക്സ്, മറ്റു ഫർദർ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അവരോട് ഇപ്പൊ അവരുടെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസിന്റെ ഭാഗത്താണ് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട് സോറി വ്യക്തമായിട്ട് കാര്യകാരണങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് അത് പറഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ് കേട്ടോ. അത് വളരെ എങ്ങനെയായിരിക്കും പറയേണ്ടത്, വളരെ മര്യാദയോടുള്ള ഒരു സ്വരത്തിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്. ഓക്കെ, എക്സ്പ്ലെയിൻ ഡു ഇറ്റ് പേഷ്യന്റ്ലി. ഇപ്പൊ എന്തെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രോബ്ലംസ് വരുന്ന സമയത്ത് അതിന്റെ കാര്യകാരണങ്ങൾ ഓൾറെഡി ഫ്രണ്ട് ഓഫീസിനായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വളരെ ക്ഷമയോട് കൂടിയിട്ടുമായിരിക്കണം നമ്മൾ എന്ത് പറയേണ്ടത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, പറയുമ്പോൾ കാര്യകാരണങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഇന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അതുകൊണ്ടാണ് ഇങ്ങനെയായിട്ട് പ്രൊസീജിയർ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ടും സാധിക്കണം. Then accommodate the other viewpoints. Accommodate the other viewpoints. Other viewpoints എന്ന് പറയുന്നത് മറ്റ് കാഴ്ചപ്പാടുകൾ നമ്മൾ ഉൾപ്പെടുത്തുക എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഉൾക്കൊള്ളുക. അത് വരുന്ന പേഷ്യൻസിന് അവരുടേതായിട്ടുള്ള വ്യൂ പോയിന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. അവരുടേതായിട്ടുള്ള ആംഗിളിൽ നോക്കുമ്പോൾ അവർ കാണുന്ന ചില അവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അവർ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അവരുടെ കാഴ്ചപ്പാടുകൾ കൂടി നമ്മളൊന്ന് ഉൾക്കൊണ്ടിട്ടായിരിക്കണം അവരോട് ബിഹേവ് ചെയ്യുന്നത്. അലോ ക്രിറ്റിസിസം. ഈ പേഷ്യൻസിന് വരുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനുണ്ടെങ്കിൽ അതിന് അനുവദിക്കുക. ഒരു ക്രിട്ടിസൈസ് ചെയ്ത് വിമർശനങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് പോരായ്മകളൊക്കെ മാറ്റി എന്താണ് കുറച്ചും കൂടി സ്ട്രെങ്ത് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലൈന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നതും അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നതും ആരോടായിരിക്കും, ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടായിരിക്കും പേഷ്യൻസ് ഇതൊക്കെ പറയുന്നത്. അപ്പൊ അവരത് പറയുന്ന സമയത്ത് നമ്മൾ അവരെ ഇന്റർപ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം, അത് അനുവദിക്കാൻ. അതാണ് അലോ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. വിമർശനം വരുവാണെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. അതിൽ നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ ഫർദറായിട്ടുള്ള രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ പേഷ്യൻസ് എന്തെങ്കിലും ഇൻഫോർമേഷൻസോ എൻക്വയറീസോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. വളരെ മര്യാദയോടെ തന്നെ സംസാരിക്കണം. അതേപോലെ തന്നെ അവരെ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യാനായിട്ടും ഫ്രണ്ട് ഓഫീസിലേക്ക് സാധിക്കണം. എന്ത് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് അവരുടെ വ്യൂ പോയിന്റ്സ് കൂടി നമ്മൾ ഉൾക്കൊള്ളണം. അതേപോലെ തന്നെ എന്താണ് അവർ ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ അതിനവരെ അനുവദിക്കും. ഓക്കെ, മനസ്സിലായോ നാലാമത്തെ പോയിന്റ്? റിപ്പോർട്ട് മേക്കിംഗ് അടുത്ത ഡ്യൂട്ടീസ് ആണ് അവരുടെ. അടുത്ത ഫംഗ്ഷൻ എന്താണ്? റിപ്പോർട്ട് മേക്കിംഗ്. സെൻസസ് റിപ്പോർട്ട്, അതർ റിപ്പോർട്ട്സ്. ഫ്രണ്ട് ഓഫീസുകളാണ് ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് റിപ്പോർട്ട്സുകൾ തയ്യാറാക്കുന്നത്. സെൻസസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡേ റിപ്പോർട്ട്സുകളാണ് കേട്ടോ. ഇവിടെ സെൻസസ് റിപ്പോർട്ട്സ് ഉദ്ദേശിക്കുന്നത് ഓരോ ഹോസ്പിറ്റലിലെ ആ ഡെയിലുള്ള റിപ്പോർട്ട്സുകളാണ് നമ്മൾ പറയുന്നത് സെൻസസ് റിപ്പോർട്ട്സ്. ഡേ റിപ്പോർട്ട്സ് എന്ന് വേണമെങ്കിൽ അവിടെ എഴുതിച്ചു. ഡേ റിപ്പോർട്ട്സ് ഒരു ദിവസത്തെ. അതർ റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതർ റിപ്പോർട്ട്സ് എന്ന് പറയുമ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റ് വൈസ് വരുന്ന എല്ലാത്തരം റിപ്പോർട്ട്സുകളും ഈ കാറ്റഗറിയിൽ വരും കേട്ടോ. മറ്റുള്ള എല്ലാത്തരം റിപ്പോർട്ട്സുകളും മേക്ക് ചെയ്യുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസ് ടെസ്റ്റുകളാണ് കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞത് എന്താണ്? ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ്. ഹോസ്പിറ്റൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താണ് പറഞ്ഞത്? രജിസ്ട്രേഷൻസ് ആണ്. വരുന്ന പേഷ്യൻസിന് എന്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. ഏതൊരു ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട രജിസ്റ്റേഴ്സ് തയ്യാറാക്കി അതാത് രീതിയിൽ അവരെ എന്താണ് രജിസ്റ്റർ ചെയ്യുന്നു. പിന്നെന്താണ് അതിൽ പ്രധാനമായിട്ട് നമ്മുടെ രജിസ്ട്രേഷൻ പർപ്പസിൽ അവർ പേഴ്സണൽ ഡാറ്റാസ് ആണ് അവിടെ സ്വീകരിക്കുന്നത് അല്ലെ. അതായത് ആ ഒരു വ്യക്തിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു. നെയിം, അഡ്രസ് ആൻഡ് ഫോൺ നമ്പർ ഉൾപ്പെടെ. പിന്നെ ഇൻഫർമേഷൻസ് ടു ദ ടെസ്റ്റ്, അതായത് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് പറഞ്ഞു. അതായത് പേഷ്യൻസിന് പ്രധാന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഫീസ് ഷെഡ്യൂൾസിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലബിനെ കുറിച്ചിട്ടാവാം, അതർ പാക്കേജിനെ കുറിച്ചിട്ടാവാം. എന്തുതരം ഇൻഫർമേഷൻസ് ആണെങ്കിൽ കൂടി എന്താണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്
ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ ഒരു ഡെയിലിയുടെ ക്യാഷ് കളക്ഷൻസ് കൈകാര്യം ചെയ്യുന്നതും അത് കൃത്യമായിട്ട് രീതിയിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നതൊക്കെ അവരായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് പേഷ്യൻസ് വരുന്ന സമയത്ത് അവരുടെ ഇൻഫർമേഷൻസുമായി ബന്ധപ്പെട്ട എൻക്വയറിയുമായി ബന്ധപ്പെട്ട വരുന്ന പേഷ്യൻസിനെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിരിക്കണം. പിന്നെ എല്ലാത്തരം റിപ്പോർട്ട്സുകളും കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് സെൻസസ് റിപ്പോർട്ട്സുകളും അതർ റിപ്പോർട്ട്സുകളും തയ്യാറാക്കുന്നത് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണ്. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? Do you know why customers leave? എന്തുകൊണ്ടാണ് കസ്റ്റമേഴ്സ് ലീവ് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ പേഷ്യൻസ് ലീവ് ചെയ്ത് പോകുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് പെട്ടെന്ന് ലീവായി പോയതിന്റെ കാരണം എന്താണ്? ഫസ്റ്റ് വൺ എന്താണ്? 1% ഉണ്ടായി അല്ലെ? 1% മരണ കാരണങ്ങളാണ്. 3% എന്താണ്? മൂവ് അവേ. അവര് വേണ്ടാന്നുള്ള രീതിയിൽ ഉപേക്ഷിച്ചു പോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. 5% എന്താണ്? ഡെവലപ്പ് അതർ റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽസുമായിട്ട് റിലേഷൻഷിപ്സിൽ, അതായത് മറ്റ് ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്സ് ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. 9% എത്രയാണ്? ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, പലവിധ മത്സര കാരണങ്ങളാൽ ലീവ് ചെയ്തു പോകുന്ന പേഷ്യൻസ് ഉണ്ട്. 40% എന്താണ്? ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസ്. 14% പേഷ്യൻസും ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നതിന്റെ കാരണം എന്താണ്? ഡിസാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ? അതായത് ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസ് മോശമായ രീതിയിലായതുകൊണ്ടാകാം ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് 40% ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നു. ഇനി 68% ആൾക്കാർ ലീവ് ചെയ്തിരിക്കുന്ന പ്രധാന കാരണം എന്താണ്? ലീവ് ബിക്കോസ് ഫോർ റൂഡ് ഓർ ഡിസ്കോർട്ടസ് സർവീസ്. പേഷ്യൻസിനോട് ഹോസ്പിറ്റൽ സർവീസസ് പ്രത്യേകിച്ച് ഫ്രണ്ട് ഓഫീസിൽ നിന്നുള്ള ഒരു ബിഹേവിയേഴ്സ് എങ്ങനെയായിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചത്. കോട്സി ആയിട്ടുള്ള ബിഹേവിയർ ആയിരിക്കണം. പക്ഷെ റൂഡായിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നതിനനുസരിച്ച് ഒരു ഹോസ്പിറ്റലിൽ യാതൊരു പേഷ്യൻസ് ഒരിക്കലും എന്താ രീതിയിൽ അവിടെ കിട്ടിയിട്ട് പോവില്ല. അപ്പൊ ഇതെല്ലാം തന്നെ കസ്റ്റമേഴ്സ് ലീവ് ചെയ്ത് പോകാനുള്ള പ്രധാന കാരണങ്ങളാണ്. ഓക്കെ, 1% പേര് മരണപ്പെടുന്നതുകൊണ്ടും 3% എന്താണ്? മൂവ് അവേ, and 5% develop other relationships, and 9% leave for competitive reasons. Then 40% leaves are dissatisfied with the product of service. Then 68% leave because of rude or discounted services. Okay. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ട് പേഷ്യൻസ് ലീവ് ചെയ്ത് പോകാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് എന്ന് പറയുന്നത്. ക്ലിയർ? Then the customer wants you to പറയുന്നത് the customer wants you to. ഓരോ കസ്റ്റമേഴ്സും ഓരോ ഫ്രണ്ട് ഓഫീസിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓരോരുത്തർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളെല്ലാവരും നമ്മൾ ചെല്ലുന്നത് നമ്മളെ നല്ല രീതിയിലൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാ പേഷ്യൻസും അല്ലെ? അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആഗ്രഹം. ഓക്കെ, അപ്പൊ ഓരോ കസ്റ്റമേഴ്സിന്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്ന് എന്താണ്? ഗ്രീറ്റ്, നല്ലൊരു ഗ്രീറ്റിംഗ്സ് ആഗ്രഹിക്കുന്നത് അല്ലെ? നല്ല രീതിയിൽ അവരെ സ്വാഗതം ചെയ്യുന്ന ഫ്രണ്ട് ഓഫീസേഴ്സിനെയാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. അവർക്കൊരു വാല്യൂ ഉണ്ടെന്ന് കാണിക്കുന്നത്, വരുന്ന പേഷ്യൻസിന് ഒരു മൂല്യം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ബിഹേവിയർ കാണിച്ചിരിക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്സ് അല്ലെ? അത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചെന്തോ വരുന്നതാണ് ഹെൽപ്പ്. അവർക്ക് പുതിയ കാര്യങ്ങൾ അറിയില്ല അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പുതിയതായിട്ട് വരുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ടും എന്താണ്? ഫ്രണ്ട് ഓഫീസ് ഒരു സഹായം അവർക്ക് ആവശ്യമാണ് അല്ലെ? ലിസൺ, അവർ പറയുന്ന കാര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങള് വ്യക്തമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി അവർക്ക് എന്താണ് കേൾക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അവർ ലിസൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സർവീസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ്? ഇൻവൈറ്റ് ബാക്ക്. എന്താണ് ഇൻവൈറ്റ് ബാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇൻവൈറ്റ് ബാക്ക്
ഇവിടെ ഹോസ്പിറ്റലിൽ തിരിച്ച് പേഷ്യന്റ് പോകുന്ന സമയത്ത് എന്തായിരിക്കണം പറയേണ്ടത്? എന്തെങ്കിലും ആവശ്യകതകളോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ തന്നെ കോൺടാക്ട് ചെയ്യാനും ഇവിടെ വരണമെന്ന് പറയാതെ വീണ്ടും വിസിറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. ഓക്കെ, യെസ്. ഓരോ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. വരുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ അവർ ഗ്രേറ്റ് ചെയ്യണം, നമുക്ക് വാല്യൂ ഉണ്ടെന്നുള്ളത് കാണിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മൾ പറയുന്ന പ്രോബ്ലംസ് ലിസൺ ചെയ്യാനും അല്ലെങ്കിൽ നെക്സ്റ്റ് വിസിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്നോട് ഇൻവൈറ്റ് ചെയ്യാനും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്ക് കഴിപ്പിക്കുന്നതാണ് ഓരോ കസ്റ്റമേഴ്സും ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. നിങ്ങൾ എടുത്ത അത്ര ഒന്ന് വായിച്ചു നോക്കണേ. Yes. Next one, areas coming under front office or outpatient area of PDs are. Okay. ഫ്രണ്ട് ഓഫീസിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് വരുന്ന പ്രധാനപ്പെട്ട പ്ലേസുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ലൊക്കേഷൻസ് ഏരിയാസ് ഏതൊക്കെയാണ്? ഒന്ന് മെയിൻ റിസപ്ഷൻ ആണ്, കൺസൾട്ടേഷൻ റൂംസ് വരുന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് മുതലെല്ലാം ഉൾപ്പെടും. എന്തൊക്കെയാണ്? ECG, എക്കോ, MRI, CT സ്കാൻ ആൻഡ് സാമ്പിൾ കളക്ഷൻസ്. ഇവരുടെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഇതെല്ലാം തന്നെ. പ്രധാനപ്പെട്ട, അതായത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂംസുകൾ, അതേപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് ഉണ്ട്, എക്കോ, ECG, MRI, CT സ്കാൻ ആൻഡ് സാമ്പിൾ കളക്ഷൻസ്. ഇതെല്ലാം തന്നെ ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്ന പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഓക്കെ, then understand the challenges faced by the front office desk. Understand the challenges faced by the front office desk staff.
എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ നേരിടുന്നുണ്ടോ ഹോസ്പിറ്റലില്? എല്ലാവരെയും ഒരേപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അവരും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്, handling call volume and maintaining phone etiquette, managing patient wait times and patient flow, complaint resolution. Okay. ഫസ്റ്റ് വൺ എന്താണ്? ഫ്രണ്ട് ഓഫീസിൽ നേരിടുന്ന പ്രധാന ചാലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് അല്ലെ. പല സിറ്റുവേഷൻസിൽ എന്താണ്? ചിലപ്പോൾ കൺസൾട്ടേഷൻ ടൈം, ചിലപ്പോൾ ഒരുപാട് സമയം ലേറ്റ് ആവുന്ന സമയം, ചിലപ്പോൾ ഡോക്ടർ വൈകുന്ന കാരണത്താലോ പേഷ്യൻസ് എന്താണ് ആരോടായിരിക്കും ഒന്ന് ചൂടാവുന്നത്? ചിലപ്പോ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ടായിരിക്കും ചിലപ്പോൾ ബഹളം വയ്ക്കുന്നത് അല്ലെ. നല്ല രീതിയിൽ ചിലപ്പോ ഇവരെ ആയിരിക്കും വന്ന് ചീത്ത പറയുന്നത്. ഓക്കെ, അത്തരം സിറ്റുവേഷൻസ് പല ഹോസ്പിറ്റൽസിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന പേഷ്യൻസിനെ വളരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാൻ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. അത്രയും പൊട്ടിത്തെറിച്ച് ബഹളം വയ്ക്കുന്ന പേഷ്യൻസിന്റെ മുന്നിൽ അല്ലെങ്കിൽ വരുന്നവരുടെ മുന്നിൽ എന്താണ് അവരുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ എന്ന് പറയുന്നത്, അതിനെ മാനേജ് ചെയ്യാൻ പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ അത് ഏറ്റവും പ്രധാനമായിട്ട് നേരിടുന്ന വെല്ലുവിളിയായിട്ട് നമുക്ക് അതിനെ പറയാവുന്നതാണ്. ഓക്കെ, then handling call volume and maintaining phone etiquette, handling call volume and maintaining phone etiquette. ഇവര് നേരിട്ട് മാത്രമുള്ള പേഷ്യൻസിനെ കാണുന്നത് അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഫോണിലൂടെയും എന്താണ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് പേഷ്യൻസിനെ. പ്രത്യേകിച്ച് നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പോ നേരിട്ട് ഇതേപോലെ തന്നെ ബഹളം വെക്കുന്ന പേഷ്യൻസ് ഫോൺ വിളിച്ചിട്ട് പറയാറുണ്ടോ അല്ലെ. ഓക്കെ, അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മള് ഓൾറെഡി ഫോണിൽ പാലിക്കേണ്ട, അതായത് ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് എറ്റിക്യൂട്ടീസ് ഉണ്ട്. എറ്റിക്യൂട്ടീസ് മീൻസ് മര്യാദകൾ. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ആ കോൾ ഹാൻഡിൽ ചെയ്യുന്ന സമയത്തുള്ള മര്യാദകൾ പാലിച്ചിട്ടായിരിക്കണം നമ്മൾ ആ സമയത്തും അവരോട് സംസാരിക്കണം. അപ്പൊ അവർ എത്രത്തോളം അവിടെ നിന്ന് പൊട്ടിത്തെറിച്ച് പറഞ്ഞാൽ പോലും എന്താണ് ഇവിടെ നിന്ന് നമുക്ക് ഒരു മര്യാദ വിട്ടോ റൂഡായിട്ടുള്ള ഒരു ബിഹേവിയറും കാണിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പൊ എല്ലാത്തരം ടെലിഫോൺ മര്യാദകളും പാലിച്ചിട്ടായിരിക്കണം ഇവര് ആ ഒരു സമയത്ത് കോള് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, അത്തരം കോളുകൾ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. ചിലർക്ക് അങ്ങോട്ട് പറയാൻ സമ്മതിക്കില്ല, ഇങ്ങോട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അങ്ങോട്ട് എന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർ കേട്ടെന്നിരിക്കില്ല, പക്ഷെ അത് മുഴുവൻ കേൾക്കുക എന്നുള്ളൊരു ബാധ്യസ്ഥത ആർക്കുണ്ട്? ഇവരുടെ പ്രധാന ഡ്യൂട്ടീസ് ആണ്. അപ്പൊ അവരത് നേരിടുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചസ് തന്നെയാണ്. ഓക്കെ, then manage patient wait times and patient flow. മാനേജിങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. പല കാരണത്താൽ ഉണ്ടെന്ന് ഡോക്ടേഴ്സ് ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് ഒക്കെ വൈകുന്നുണ്ടോ, ചിലപ്പോൾ കൺസൾട്ടേഷൻ ടൈമിൽ കൃത്യമായിട്ട് അവർക്ക് വരാൻ പറ്റണമെന്നില്ല. അപ്പോൾ ഇന്ന ടൈമിൽ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവര് ആ ഒരു ടൈം കഴിയുന്ന സമയത്ത് അവർക്ക് കൃത്യമായിട്ടൊക്കെ ചെയ്യണം. ഡോക്ടറെ കാണാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ എന്താണ് അതിന്റെ കംപ്ലീറ്റ് ഇറിറ്റേഷൻസ് കാണിക്കുന്നത് ഇവരോടായിരിക്കും. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ആ ഒരു ഡേ ടൈമിലൊക്കെ പേഷ്യൻസിന്റെ ഫ്ലോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായിരിക്കും. അത്രയും പേര് ഒരുമിച്ച് ഒരേ സമയം ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, വെയിറ്റിംഗ് ടൈംസ് കൂടുതലിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ഡോക്ടറെ കാണാൻ പോയി എത്രയും പെട്ടെന്ന് വരെ 10-15 മിനിറ്റ് ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, നമ്മൾക്ക് തന്നെ ഭ്രാന്ത് കയറും അല്ലെ. കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ എന്താണ് ആ അത്തരം പേഷ്യൻസിനെയൊക്കെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതൊക്കെ ഒരു വെല്ലുവിളിയാണ്. കംപ്ലൈന്റ് റെസൊല്യൂഷൻ. എന്താണ് കംപ്ലൈന്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്? പേഷ്യൻസ് പറയുന്ന പരാതികൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത്, ആ സൊല്യൂഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ അത്തരം സാഹചര്യങ്ങളിലും അത് പരിഹരിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഓക്കെ, അതും ഫ്രണ്ട് ഓഫീസ് ഡെസ്കുകളിൽ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾ നേരിടുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്? ഒന്ന്, പേഷ്യൻസിന്റെ ഇമോഷൻസ് മാനേജ് ചെയ്യാൻ പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഫോൺ കോളിലൂടെയുള്ള ഒരു ഹാൻഡിൽ, പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫോൺ മര്യാദകൾ അല്ലെങ്കിൽ ഫോണിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കും അവർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്താണ് പേഷ്യൻസിന്റെ വെയിറ്റിംഗ് ടൈംസും പേഷ്യന്റ് ഫ്ലോസും ഒക്കെ എന്താണ് അത്തരം രീതിയിൽ അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ കംപ്ലൈൻസ് റെസൊല്യൂഷൻ, പേഷ്യൻസ് കൊണ്ടുവരുന്ന പ്രോബ്ലംസിന് പരിഹാരം കണ്ടെത്തുന്നതും അതിന്റെ സൊല്യൂഷൻ കൊടുക്കുന്നതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങള്
എല്ലാ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളും നേരിടുന്ന പ്രധാനപ്പെട്ട ചാലഞ്ചസുകളാണ് കേട്ടോ. ഇതിനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം നമുക്ക് കൊടുത്തിട്ടുള്ളൂ. ഇതല്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ ഡെയിലി ലൈഫിൽ നേരിടുന്നുണ്ട്. ഡെയിലി അവരുടെ ബിസിനസ് ലൈഫിൽ അവർ നേരിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? യെസ്. മെയിൻ ഗോൾ, ഇവരുടെ മെയിൻ ഗോൾ എന്താണ്? മെയിൻ ലക്ഷ്യം എന്താണ് അവരുടെ? Main goal is to have each patient live with a smile, satisfaction on their face, and a feeling of having been well taken care of, well taken care of by you and your employees and colleagues or colleagues. ഫ്രണ്ട് ഓഫീസുകളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വരുന്ന പേഷ്യൻസിനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വിടുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. യെസ്, അവർ വരുന്ന സമയത്ത് അവരെ വളരെ നല്ലൊരു പുഞ്ചിരിയോടെ അവരെ സ്വീകരിക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ്, അവരുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർത്താനായിട്ട് ഇവർക്ക് സാധിക്കണം. നല്ല രീതിയിലുള്ള ബിഹേവിയർ കാണിച്ചാൽ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, യെസ്, അത് അവരോട് മാത്രമല്ല, പേഷ്യൻസിനോട് മാത്രമല്ല എന്താ വേണ്ടത്, കൂടുതൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനോടാണെങ്കിലും കൊളീഗ്സിനോടാണെങ്കിലും കൂടുതൽ എങ്ങനെയായിരിക്കണം, ഇതേ സെയിം ബിഹേവിയേഴ്സ് തന്നെയായിരിക്കണം ഇവർ പാലിക്കേണ്ടത്. ഓക്കെ, മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ട് ഫ്രണ്ട് ഓഫീസിന് പേഷ്യൻസിന് എന്ത് തോന്നണം, അവിടത്തുള്ള ജീവനക്കാർ, അങ്ങനെയാണ് കേട്ടോ, സോറി പറഞ്ഞത് മാറിപ്പോയതാണ്. അവിടെയുള്ള എംപ്ലോയീസ് ആണെങ്കിലും കൊളീഗ്സ് ആണെങ്കിലും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകളാണെങ്കിലും പേഷ്യൻസിനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ആർക്ക് എത്തണം? പേഷ്യൻസിന് ഉണ്ടാക്കിയെടുക്കണം അല്ലെ. എന്നിട്ട് മാത്രമായിരിക്കും, എങ്കിൽ മാത്രമേ അവർ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ അല്ലെ. ഓക്കെ, അവരെ പരിഗണിക്കുന്നുണ്ട് എന്നൊരു ഫീലിങ്സ് പേഷ്യൻസിന് തോന്നണം. ആരാണെങ്കിലും അല്ലെ, കൊളീഗ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും മറ്റ് സ്റ്റാഫുകളാണെങ്കിൽ തന്നെ എന്താണ്, അവരെ എന്താ പറയാ, പരിഗണിക്കുന്നുണ്ടെന്നൊരു ഫീലോട് കൂടി തന്നെ ആയിരിക്കണം പേഷ്യൻസിനെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഇനി പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേപോലെ ബിഹേവ് ചെയ്തില്ലെങ്കിൽ എന്താണ്, അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും പ്രശ്നങ്ങളും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലീഗലി തന്നെ പല കോംപ്ലിക്കേഷൻസ് വരാൻ കാരണങ്ങളായിരുന്നു. ചില പേഷ്യൻസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്താലും എന്താണ്, അവരോട് ഇങ്ങനെ ബിഹേവ് ചെയ്തു അങ്ങനെ ബിഹേവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ എന്താണ്, അങ്ങനെ വന്നാലും ഇവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലും അതൊക്കെ അവരുടെ നേരിടുന്ന ചാലഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ വരുന്ന പേഷ്യൻസ് എത്രത്തോളം ദേഷ്യത്തോടെ പെരുമാറിയ പോലും എന്താണ്, അവരോട് ചിരിച്ച് സംസാരിക്കാൻ മാത്രമേ ഇവരുടെ അവരുടെ ഡ്യൂട്ടിയിൽ അത് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഒരു മെയിൻ ഗോൾ എന്താണെന്ന് മനസ്സിലായോ? ഇനി നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്, അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന പേഷ്യൻസ് ഉണ്ടെന്ന്, അതാണ് അപ്സെറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടാൻ പറ്റും? അതായത് ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഡിസ്റ്റർബ് ആയിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സിന്, പ്രത്യേകിച്ച് ഇതേപോലത്തെ കൺസൾട്ടേഷൻ ടൈം വൈകിക്കഴിഞ്ഞാൽ, ഒരുപാട് നേരം ഡിലേ വന്നാലാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട്സുകൾ കിട്ടാൻ വൈകുന്നത്, അത്രയും കാരണങ്ങൾ കൊണ്ടാണ് അവർ അപ്സെറ്റ് ആവുന്നത്. അപ്പൊ ഒരു ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം? ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. അവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് ആദ്യം ലിസൺ ചെയ്യും. കേൾക്കുക, നന്നായിട്ട് കേൾക്കുക. അത് പൂർണ്ണമായി കേട്ടതിന് ശേഷം മാത്രം എന്ത് പറയാം, ഓഫർ സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പരിഹാരം നിർണ്ണയിക്കുക. ഓക്കെ, അവർ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യാതെ എന്ത് ചെയ്തിരിക്കണം, അവർ പറയുന്നത് മുഴുവൻ കേൾക്കുക, അതിനുള്ള സൊല്യൂഷൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമുക്ക് അവരെ ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം, ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം, ഓഫർ ആൾട്ടർനേറ്റീവ്സ്. ഓക്കെ, ഇനി ഈ ഫ്രണ്ട് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മുടെ സൂപ്പർവൈസറിന് വിവരം അറിയിക്കില്ല, സുപ്പീരിയറിന് വിവരം അറിയിച്ചിട്ട്, അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവരങ്ങൾ അറിയിക്കണം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഷേഴ്സുകൾ അവർ സ്വീകരിച്ചു. നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ ആർക്ക് കൊടുക്കുന്നത്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയെന്ന് വരില്ല. അത്തരം സാഹചര്യത്തിൽ നമ്മുടെ ഹെഡ് ഓഫ് ദ പൊസിഷനിൽ ആരാണ് ഇരിക്കുന്നത്, അവരുടെ കയ്യിലേക്ക് ആ ഒരു പ്രശ്നം കൊടുക്കുക, അവർക്ക് സോൾവ് ചെയ്യുക. ഓക്കെ,
അങ്ങനെ മാത്രമേ നമുക്ക് ഡെയിലി കസ്റ്റമേഴ്സിനെ പ്രത്യേകിച്ച് റിട്ടയർഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്, നെക്സ്റ്റ് വൺ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ 3 പേരുകൾ ഒരേപോലെ നിങ്ങൾക്ക് തോന്നും. മൂന്ന് പേരുകളാണ് കേട്ടോ. നോക്കൂ, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും 3 മാറിപ്പോയത് കേട്ടോ. ആദ്യത്തേത് ഏതാണ്? ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. 3 പേരുകളാണ് കേട്ടോ. പകരം ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ ഇങ്ങനെ മാറിപ്പോകാൻ മാർക്ക് പോകരുത് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. 3 caller with a positive approaching attitude. വരുന്ന കോഴ്സുകൾ നമ്മൾ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എങ്ങനെയായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്? അവരെ ഒരു പോസിറ്റീവ് അപ്രോച്ചിലായിരിക്കണം അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും അവരെ നമ്മൾ വെൽക്കം ചെയ്യേണ്ടത്, ഗ്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, respond instantly to their queries. Respond instantly to their queries. Queries എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ചോദ്യങ്ങൾ, അവർക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തൽക്ഷണം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്തിരിക്കണം. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ എന്താണ്? റിപ്ലൈ കൊടുക്കുക. ഓക്കെ, മറുപടി കൊടുക്കുക. പിന്നെ know the number of departments of the hospital. ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക് പ്രധാനമായിട്ട് എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ നമ്പർ അവർക്ക് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, know the number of department of the hospital. Then I have a list of doctors and employees along with their numbers. Have a list of doctors and employees along with their numbers. എന്താ പറയുന്നത്? ഡോക്ടേഴ്സിന്റെ ലിസ്റ്റ്, അല്ലെ? ഡോക്ടേഴ്സിന്റെ കോണ്ടാക്ട് നമ്പർ അടങ്ങുന്ന ഒരു ലിസ്റ്റ് അവരുടെ കയ്യിൽ, ഹെൽത്ത് റിസോഴ്സ് ഡെസ്കിന്റെ കയ്യിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, then should never be haughty while receiving a call. Should never be haughty while receiving a call. haughty എന്ന് പറയുന്നത് എന്താണ്? haughty അഹങ്കാരത്തോടെ, അല്ലെ? അഹങ്കാരത്തോടുകൂടി നമ്മളൊരു കോൾ റിസീവ് ചെയ്യരുത്. ഓക്കെ, yes. Then optimize patient satisfaction, provider time and treatment room utilization by scheduling appointments in person or by telephone. Optimize patient satisfaction. എന്താ പറയുന്നത്? പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ എങ്ങനെയാണ്? നമ്മൾ ആവശ്യത്തിലുള്ള ടൈം പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് യൂട്ടിലൈസേഷൻ ഒക്കെ കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഏതിലൂടെ ആയിരിക്കണം ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കേണ്ടത്? നേരിട്ട് അല്ലെങ്കിൽ ടെലിഫോണിലൂടെ നമുക്ക് എന്താണ് അവർക്ക് വേണ്ട ആവശ്യകതകൾ എന്തൊക്കെയാണോ അതിനനുസരിച്ച്, പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടിക്കാഴ്ചകളോ പേഷ്യൻസിനെ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ ടെലിഫോണിലൂടെ കോൺടാക്ട് ചെയ്യണോ, എന്ത് തരം പർപ്പസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ഇപ്പൊ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ എന്താണ് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുന്നത് ഹെൽത്ത് റിസോഴ്സ് ഡെസ്കുകളായിരിക്കും കേട്ടോ. ഓക്കെ, അതുകൂടി നോക്കാം. റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ പ്രധാന റോൾ എന്താണ്? പേഷ്യൻസിനോട് ഒരു പോസിറ്റീവ് അപ്രോച്ച് ആറ്റിറ്റ്യൂഡിലായിരിക്കണം അവരെ ഗ്രീറ്റ് ചെയ്യേണ്ടത്. ദെൻ അവരുടെ അവരുടെ സംശയങ്ങൾക്കൊക്കെ എന്താണ് ഉടനടി തന്നെ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെയും നമ്പേഴ്സ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ഡോക്ടേഴ്സിന്റെയും നമ്പേഴ്സ് അടങ്ങുന്ന ഒരു ലിസ്റ്റും ഇവരുടെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ ഒരിക്കലും ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടി ബിഹേവിയറോട് അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തോടുള്ള ഒരു മനോഭാവത്തോടൊന്നും സംസാരിക്കാനായിട്ട് പാടുള്ളതല്ല. ദെൻ പേഷ്യൻസിന്റെ എല്ലാ പ്രത്യേകിച്ച് എന്താണ് സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം, അതായത് അവർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനാണെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടാണെങ്കിലും എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തതൊക്കെ ഒരു പർപ്പസ് എന്താണ്, അവരുടെ അവരുടെ ആവശ്യം എന്താണ് അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നതും ആരായിരിക്കും? ഹെൽത്ത് കെയർ റിസോഴ്സസിന്റെ പ്രധാന റോൾസിൽ വരുന്നതാണ് കേട്ടോ. ഒപ്റ്റിമൈസ് ചെയ്യാന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുക കേട്ടോ.
പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് ക്രമീകരിക്കുക, നമ്മൾ ട്രീറ്റ്മെന്റ് റൂം യൂട്ടിലൈസേഷൻസ് അല്ലെങ്കിൽ ടൈം ഏതൊക്കെ ടൈം ഷെഡ്യൂൾസ് അനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു കൊടുക്കുന്നതും ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ആണ്. മനസ്സിലായത്? മനസ്സിലായോ പിള്ളേരെ? നെക്സ്റ്റ് വൺ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെയാണ് കേട്ടോ. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്ക് നമുക്ക് നേരത്തെ പഠിച്ചത് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക് ആണ്. ഇവിടെ എന്താണ്? Provide assistance and facilities customer, handling corporate or work inquiries, appointment and scheduling of health checkup, coordinating with the concerned department, dispatch of report after health checkup. Okay. Role of health check desk in the പ്രധാന ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം അസിസ്റ്റൻസും ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്താണ്? ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റീവ് ഓർ വർക്കിംഗ് ഇൻക്വയറീസ്, എൻക്വയറീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ വരികയാണ് അതിനെ പ്രോപ്പർ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്? ഷെഡ്യൂൾ അല്ലെ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസുകളും ഹെൽത്ത് ചെക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്, ഓരോ പേഷ്യൻസ് വരുന്നതിനനുസരിച്ച് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണോ പോയേണ്ടതിനനുസരിച്ച് ആ ഡിപ്പാർട്ട്മെന്റ്സുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൺസേൺ ചെയ്ത് കൊടുക്കേണ്ടതും ഹെൽത്ത് ചെക്കിന്റെ പ്രധാന ഡ്യൂട്ടീസിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, ഒരു പേഷ്യൻസിന്റെ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സ് നൽകുന്നതും ഹെൽത്ത് ചെക്ക് ഡെസ്കുകളാണ് കേട്ടോ. റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്കിന് പ്രധാനപ്പെട്ട റോൾസ് എന്തൊക്കെയാണ്? പ്രൊവൈഡ് അസിസ്റ്റൻസ് ആൻഡ് ഫെസിലിറ്റി ടു കസ്റ്റമർ, handling corporate or work inquiries, appointment and scheduling of health checkup, then coordinating with concerned department and dispatch of report after health check. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ പറഞ്ഞ കാര്യത്തില്? ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ ഒന്നുകൂടി പറയാണ് കേട്ടോ. വരുന്ന കസ്റ്റമേഴ്സിന് വേണ്ട ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും അവർക്ക് വേണ്ട അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതും ഇവരാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതും ഹെൽത്ത് ചെക്ക് ഡെസ്ക് ആണ്. ദെൻ പേഷ്യൻസിന്റെ ഹെൽത്ത് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസുകളും മറ്റ് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതും ഇവരാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ്സുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഹെൽത്ത് ചെക്ക് ഡെസ്കുകളാണ്. അത് മാത്രമല്ല ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്, അതായത് ഒരു രോഗിയുടെ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട്സുകൾ കൊടുക്കുന്നതും ആരാണ്? ഹെൽത്ത് ചെക്ക് ഡെസ്കുകളാണ് കേട്ടോ. അതെ, ഇത് ഫ്രണ്ട് ഓഫീസിന്റെ വർക്ക് ഫ്ലോസ് ആണ് നമ്മൾ കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫ്രണ്ട് ഓഫീസിന്റെ അതേ ഫീൽഡിൽ വരുന്ന ഓരോരോ വർക്ക്സുകളാണ് കേട്ടോ. യെസ്, അതൊരു ചെറിയൊരു ഡിപ്പാർട്ട്മെന്റ് അല്ല ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. അതിന് ഒരുപാടധികം ഒട്ടനവധി സ്റ്റാഫുകൾ അടങ്ങുന്ന പല സെക്ഷൻസ് ആയിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ പറഞ്ഞത്? ഓക്കെ, താങ്ക് യു. Thank you. Have a nice day.